തിരുവനന്തപുരം കുന്നത്തുകാലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ വയോധികയുടെ കല്ലറ അല്പസമയത്തിനകം പൊളിക്കും. മരണത്തിൽ കുടുംബം ദുരൂഹത ആരോപിച്ചതിനെ തുടർന്നാണ് തീരുമാനം. ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന കുന്നത്തുകാൽ സ്വദേശി സെലീനാമയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കുന്നത്തുകാലിൽ നിന്നും അജീഷ് ജയകുമാർ വിവരങ്ങൾ വച്ചിരുന്നു. അജീഷ്, ആ മരണത്തിൽ പോലീസിന്റെ സംശയങ്ങൾ എന്തൊക്കെയാണ്? ഹാഷ്മി, ജനുവരി 17 തിരുവനന്തപുരം കുന്നത്തുകാൽ സ്വദേശിയായ സെലീനമ്മ അന്തരിച്ചത്. വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്നു. 75 വയസ്സ് പ്രായമുണ്ട്. ഇവരുടെ സഹായിയാണ് സെലീനാമ്മയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ ബന്ധുക്കളെ അടക്കമുള്ളവരെ വിവരം അറിയിച്ചു. അതിനുശേഷം 18-ാം തീയതി എനിക്ക് പിന്നിലുള്ള ഈ സെന്റ് ജോൺസ് പള്ളിയിൽ മൃതദേഹം സംസ്കരിച്ചു. ഈ ബന്ധുക്കളാണ്, അതായത് മകനാണ് ഇതിലൊരു സംശയം ഉന്നയിച്ചത്. കാരണം ഈ സെലീനയുടെ മൃതദേഹം കഴുകുന്ന സമയത്ത് സെലീനയുടെ കഴുത്തിലുണ്ടായിരുന്ന മാല കാണാനില്ലെന്നായിരുന്നു പറഞ്ഞത്. മാത്രമല്ല മുഖത്ത് ഒരു മുറിവും ഉള്ളതായിട്ട് മകൻ സംശയം പ്രകടിപ്പിച്ചു. ഇതിനെ തുടർന്നാണ് പാറശാല പോലീസിൽ പരാതി നൽകിയത്. പോലീസ് പിന്നീട് സബ് കളക്ടറോട് ഈ മൃതദേഹം തുറന്ന് പരിശോധിക്കാൻ അനുമതി തേടി. അങ്ങനെയാണ് ജില്ലാ കളക്ടർ മൃതദേഹം കല്ലറ പൊളിച്ച് തുറന്ന് പരിശോധിച്ച് പോസ്റ്റ്മോർട്ടം നടത്താനുള്ള അനുമതി നൽകിയത്. അതിനുശേഷമാണ് ഇന്ന് 17 ദിവസം കഴിഞ്ഞു സെലീനമ്മ മരിച്ചിട്ട്. മരിച്ചതിന് ശേഷമുള്ള കല്ലറ തുറന്ന് പരിശോധിക്കുന്നതിനുള്ള നടപടികളാണ് ഇപ്പോൾ നടക്കുന്നത്. നെയ്യാറ്റിൻകര SHO അതുപോലെ തന്നെ DYSP അടക്കമുള്ള ഉദ്യോഗസ്ഥരുണ്ട്, ഫോറൻസിക് വിദഗ്ധർ അടക്കമുള്ള ഉദ്യോഗസ്ഥരുണ്ട്. ഈ മൃതദേഹത്തിന് 17 ദിവസത്തെ പഴക്കമുള്ളത് കൊണ്ട് തന്നെ സ്പോട്ട് ഓട്ടോപ്സി ആയിരിക്കും ഫോറൻസിക് വിദഗ്ധർ നടത്തുക. മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ഫോറൻസിക് സർജന്മാരും ഇവിടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഈ മകന്റെ സംശയമാണ് ഇങ്ങനെ ഒരു പരിശോധനയിലേക്ക് എത്തിച്ചത്. ഈ മക്കളടക്കമുള്ളവർ മറ്റു സ്ഥലങ്ങളിൽ മാറി താമസിക്കുകയാണ്. ഈ മൃതദേഹം കഴുകുമ്പോൾ കണ്ട ഒരു സംശയമാണ് ഇങ്ങനെ ഒരു പരിശോധനയിലേക്ക് എത്തിച്ചത്. അതിന്റെ ബാക്കി പ്രൊസീജിയറുകൾ എങ്ങനെയാണ്? അവിടെ തന്നെ പോസ്റ്റ്മോർട്ടം നടക്കുക അജീഷ്? അശ്മി, അങ്ങനെയായിരിക്കും. കാരണം 17 ദിവസം പഴക്കമുണ്ട് മൃതദേഹം അഴുകി തുടങ്ങിയിരിക്കും. അതുകൊണ്ട് തന്നെ സ്പോട്ട് ഓട്ടോപ്സി ആയിരിക്കും പോലീസ് സ്വീകരിക്കുന്നത്. ഫോറൻസിക് സർജന്മാർ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ഫോറൻസിക് സർജന്മാർ അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിട്ടുണ്ട്. അതിന് വശത്ത് തന്നെ ആയിരിക്കും ഈ സെമിത്തേരി സ്ഥിതി ചെയ്യുന്ന, അതിന് വശത്തായിട്ട് പ്രത്യേക സജ്ജീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. അവിടെയായിരിക്കും സ്പോട്ട് ഓട്ടോപ്സി ചെയ്യുക. ഈ കുടുംബത്തിന്റെ സംശയം അത് ദൂരീകരിക്കുകയായിരിക്കും പ്രധാനമായും ചുമതല. ഈ മരണകാരണം ആദ്യം കരുതിയിരുന്നത് 75 വയസ്സ് പ്രായമുള്ള സ്ത്രീയാണ്, ഒറ്റയ്ക്ക് താമസിക്കുകയാണ്, പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. സ്വാഭാവിക മരണമെന്ന് കരുതിയാണ് ബന്ധുക്കൾ ആദ്യം ഈ പോസ്റ്റ്മോർട്ടം ഒന്നും ചെയ്യാതെ പിറ്റേ ദിവസം ഈ പള്ളി സെമിത്തേരിയിൽ അടക്കം ചെയ്തത്. അതിനുശേഷമായിരുന്നു കുടുംബത്തിന് സംശയങ്ങൾ ബാക്കിയാവുന്നത്. ഈ ആഭരണം കാണാതായത് എവിടെയാണെന്ന് ഇവർക്ക് സംശയം ഉണ്ടാകുന്നു. അതിനെ തുടർന്നാണ് പോലീസിൽ പരാതി നൽകിയത്. അജീഷ് ജയകുമാറാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ഇത്തരത്തിൽ ആഭരണങ്ങൾ കാണാതായതിനെ തുടർന്നുള്ള സംശയത്തിൽ അത് സ്വാഭാവിക മരണത്തിനപ്പുറം എന്തോ ആണോ എന്ന് വീട്ടുകാരുടെ സംശയം. കല്ലറ പൊളിച്ചുള്ള പരിശോധന അല്ലെങ്കിൽ കല്ലറ തുറന്നുള്ള പരിശോധന അല്പസമയത്തിന് അവിടെ തുടങ്ങാനും പോവുകയാണ്.